കൊച്ചാപ്പ് ഈ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് ഇതിൽ കൊച്ചാപ്പിന്റെ സൈഡിൽ തെറ്റുള്ളതെന്നായിട്ട് തോന്നിയിട്ടില്ല. അതാ ഇവൻ പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ടും ഇവൻ തിരിച്ച് കയ്യിൽ കയറുന്നില്ല. ഇല്ല ബഗ്ഗാണ് അതാണ് ഇതാണ് എല്ലാം പറഞ്ഞിട്ട് സാത്താൻ ചെയ്യാണ്. അതിന്റെ പേരിലാണ് കൊന്നത്. ഓക്കെ, അത് കൊച്ചാപ്പിന്റെ കേസിൽ. പക്ഷെ ഒരു പ്യുവർ RP എന്നുള്ള രീതിയിൽ ഓന് കയറുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാനുള്ള ടൈം കൊടുത്തിട്ടില്ല വാട്ടവർ. പക്ഷെ എന്നാലും കൊച്ചാപ്പി ഇതിൽ ചെയ്തതിന് കൊച്ചാപ്പിനെ കുറ്റം പറയണമെന്നില്ല. പക്ഷെ ഇവിടെ നിന്നുള്ള ഈ മൊമെന്റ് കണ്ടോ, ഈ ഒരു മൊമെന്റിൽ ഇത് ഞാൻ TVനെ സപ്പോർട്ട് ചെയ്യാനോ TVന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ എന്നാലും ഇത് TVനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് MRG ഓഡിയൻസ് തിങ്ക് ചെയ്യരുത്. നമ്മൾ ന്യായമായിട്ട് ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് കണ്ട് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ ഒരു സംഭവം കണ്ടോ, ഇവരുടെ കൂടെ ഉള്ളതാണോ ചോദിച്ചു. അല്ലാന്ന് പറഞ്ഞു. അവരറിയില്ല എന്ന് പറഞ്ഞു. കരിമീൻ പേര് ചോദിച്ചു. വാണിംഗ് ഫയർ കൊടുത്തു. മനസ്സിലായോ? ലീവ് എന്ന് പറഞ്ഞിട്ട് എത്ര സെക്കൻഡേ ഉള്ളൂ എന്ന് നോക്കിക്കോട്ടോ. ലീവ് എന്ന് പറഞ്ഞു. 25 29 5 സെക്കൻഡ് കൊണ്ട് നെക്സ്റ്റ് 5 സെക്കൻഡ് കൊണ്ട് അടിച്ചിട്ടു. മനസ്സിലായോ? ഈ നെക്സ്റ്റ് 5 സെക്കൻഡ് കൊണ്ട് ഇങ്ങനത്തെ ഗുണ്ടായിസം നടത്തുന്നവർ നമ്മളെ ഗ്യാങ്ങിൽ വേണ്ട. മനസ്സിലായോ? ഗ്യാങ്ങിൽ ഇങ്ങനത്തെ ഗുണ്ടായിസം വെച്ചുകൊണ്ട് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട് കരിമീനും അടിച്ചു. വാട്ടവർ ഇത് എടാ ഞാൻ പറയട്ടെ മേക്കെ, ഒരു മിനിറ്റ്. എന്റെ ചാറ്റിൽ കുറെ റീസൺ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. എടാ റീസൺസ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓന് കംപ്ലീറ്റ്ലി ഹെയ്റ്റ് പോവും. മനസ്സിലായോ? ഞമ്മക്ക് അതിന് താല്പര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഗ്രൂപ്പിൽ എപ്പോഴും വേണ്ട. ഞാനിത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ വെറുതെ അതെന്താ പറയാ, വെറുതെ ഹെയ്റ്റ് പോണ പരിപാടി എടുക്കാൻ നമുക്ക് താല്പര്യമില്ല. മനസ്സിലായോ? ഇത് നിങ്ങൾ ഇനി TVനെ സപ്പോർട്ട് ചെയ്യോ ആണെന്നോ അല്ലെങ്കിൽ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സിറ്റുവേഷൻ കണ്ടതിനകത്തുനിന്ന് അമ്മാതിരി ഗുണ്ടായിസം ഒന്നും ഇതിനകത്ത് വെച്ച് പൊറപ്പിക്കൂല ഞാൻ ഉള്ള കാര്യം. അതിനിപ്പോ എത്ര വലിയ ഞാൻ പറയട്ടെ, എനിക്കെതിരെ തിരിഞ്ഞു. അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മീറ്റിങ്ങിന് വിളിച്ചിട്ട് കരിമീന് പിന്നെ അതേമാതിരി കൊച്ചാപ്പി ഇവരോട് കാര്യം സംസാരിക്കുന്നതിന്റെ ഇടയിൽ നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം കരിമീൻ കമ്മിറ്റ് ചെയ്തു. എനിക്കത് അഥവാ ഞാൻ ചെയ്ത തെറ്റാണ് എനിക്ക് തോന്നി. പക്ഷെ അപ്പോഴും ഇവന് കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവന് കമ്മിറ്റ് ചെയ്യാൻ ഒട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തതിലൊരു തെറ്റുമില്ല എന്നാണ് പറയണത്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ 5 സെക്കൻഡിന്റെ ഈ സാധനം പ്യൂർലി തെറ്റാണെന്നുള്ളത് ഓൻ കമ്മിറ്റ് ചെയ്യണില്ല. ഓൻ കമ്മിറ്റ് ചെയ്യാതൊക്കെ അത് രണ്ടാമത്തെ കേസ്. ഇത് കഴിഞ്ഞിട്ട് ഗ്യാങ് സസ്പെൻഷന്റെ ടൈമിൽ തന്നെ SRRനായിട്ട് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇവന്റെ പേരിൽ കരിമീൻ്റെ പേരിൽ ഇതേപോലെ FRP വലിച്ചു. മനസ്സിലായോ? FRP വലിച്ചിട്ട് ഗ്യാങ് സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ SRR ടീമിനോട് ചെന്നുകാണ്ട് എടാ വലിക്കല്ലേ, ഇത് നമുക്ക് എക്സ്റ്റൻഷൻ ശോകമാണ്, നമുക്ക് എങ്ങനെയും സോൾവ് ആക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. രണ്ടാമത്തെ കേസ് ഇതും കൂടി വന്നു. മൂന്നാമത്തെ കേസ് ഗ്രൂപ്പിൽ എപ്പോൾ ഓപ്പണായിട്ട് പറയാണ്, ഞാൻ ഓപ്പണായിട്ട് പറയാണ്. എന്നൊക്കെ ഞാൻ പറയട്ടെ, അല്ല ഇത് പറയണമേക്കെ, ഞാൻ ഓപ്പണായിട്ട് പറയാം. KVA TVA ഇഷ്യൂസ് വരുമ്പോൾ മാത്രം സംസാരിക്കണ കുറേ കുണ്ണാളുണ്ട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ അങ്ങനെ പറയുന്ന കാരണം എന്താ വെച്ചാൽ അത് ആർക്കാന്നുള്ളത് മനസ്സിലാവും. ഇത് ഇനി ഓഡിയൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയണത്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ എന്താ പറയണത്, KVA TVA നമുക്ക് ഫ്രണ്ട്ലി ആയാണ്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ള ഗ്യാങ്ങാണ്. ഇവരായിട്ട് പോയി വള്ളി എടുക്കരുത്. ഇതാണ് തൊപ്പി പറഞ്ഞത് പോലും. മനസ്സിലായോ? സെൽഫ് റെസ്പെക്ട് ബ്രോ, അത് നിങ്ങൾക്ക് തോന്നുന്ന മൊടന്ത ന്യായം മാത്രം. ഒരു ഗ്യാങ്ങിൽ കളിക്കുമ്പം സ്വന്തം കാര്യം മാത്രമല്ല നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ TV ഉള്ള ആൾക്കാർ, ഞാൻ ഇങ്ങനെ നമ്മൾ ഇതുവരെ ലൈവിൽ ഇട്ടാണ്ട് TVനെ ഒന്നും ചെയ്തിട്ടില്ല. TV ഉള്ള മെമ്പേഴ്സ് ഓരോ ലൈവ് ത്രൂ MRGക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ലൈവ് ത്രൂ TVക്കും കൂടി ഒരു ജസ്റ്റ് പറയാന്നുള്ളൂ. OC ആയതുകൊണ്ട് ഇവർ OCയിൽ സംസാരിച്ച ഇവിടെ വാസണ്ണൻ്റെ ഒരു OC എടുത്തുകൊണ്ട് സംസാരിച്ചതുകൊണ്ട് നമ്മളും ഒരു OC പോലെ പറയാമെന്ന് കരുതിയിട്ടാണ്. ഹെയ്റ്റോ പറയുമെന്നല്ല, അങ്ങനെ ചിന്തിക്കണ്ട. ഇതിൽ മെയിനായിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ MRG സസ്പെൻഷൻ ആയ സമയത്ത് ഇതിൽ ഒരു മെമ്പർ പോലും, നമ്മളെ ഗ്യാങ്ങിലെ ഒറ്റ മെമ്പർ പോലും MRG എന്നുള്ള പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പം ഇവർക്ക് ഓരോ മെമ്പേഴ്സും MRG ഉള്ളതാണെന്ന് അറിയാം. അപ്പം MRGനെ മെൻഷൻ ചെയ്തത് ഒന്ന്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നുണ്ട് ഞാൻ എന്താ വാസണ്ണ എന്ന് വിളിക്കാത്തതെന്ന് കരുതണ്ട. വാസണ്ണ എന്നുള്ളത് നമ്മൾ സിറ്റിക്ക് അകത്ത് വിളിക്കുന്ന ഒരു പേരാണ്. അത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ വാസണ്ണ തന്നെയാണ്. അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഇങ്ങനത്തെ പ്രയോഗങ്ങളോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു എന്തെങ്കിലും മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് വന്നാണ്ട് ഒരു 10 വാർ അടിക്കേണ്ടി വന്നാലും തോറ്റാലും
ആര് തോറ്റാലും ഇനി ഞങ്ങൾ തോറ്റാലും ഓല് തോറ്റാലും നമ്മൾ വാസണ്ണ തന്നെ വിളിക്കുള്ളൂ. അതിലൊന്നും നമ്മളെ നിലപാടിൽ നമുക്ക് മാറ്റല്ല, മനസ്സിലായില്ലേ? നിലപാട് മറ്റേ ഇതുകൊണ്ട് മാറ്റണ ആൾക്കാരല്ല നമ്മള്. അല്ല, നമ്മളത് നമുക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ നിൽക്കും. കൊടുത്തു ഇതിലൊരു കാര്യമുണ്ട്. അഥവാ ഇതിലൊരു മെയിനായിട്ട് ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞ അങ്ങനെ കുഴപ്പമില്ല. പിന്നെ ഒന്നുകൂടെ ചിലപ്പോ പി സി ചെക്കിന് വിളിക്കുവേ. എടേ വാസു മറ്റേ പറഞ്ഞ കാര്യം എന്താ അത് സെറ്റാക്കാം. ഇതിപ്പോ മറ്റേ കൊരങ്ങൻ ഫണ്ടുകള് ഇപ്പൊ ഇവരോട് കൂടിയോ? SRRനാണ് കൊരങ്ങമുണ്ടകൾ എന്ന് പറഞ്ഞത്. അതില് SRRന്റെ ഒരു സിറ്റുവേഷൻ കണ്ടവർക്ക്, ഇന്നലത്തെ സിറ്റുവേഷൻ കണ്ടവർക്ക് അറിയാം. അഥവാ ആ റേഡിയോയില് 2 SRR 2 MRG അതൊരു RP ചെയ്യായിരുന്നു. അത് മാക്ക് പറഞ്ഞു വിട്ടതാണ്. പവർ റേഞ്ചേഴ്സ് പോലത്തെ ഒരു RP ചെയ്തോ എന്ന് പറഞ്ഞാണ്ട് മാക്ക് പറഞ്ഞു വിട്ടത് അവന്മാരെ. അതിൽ SRR എടുക്കുന്ന സിറ്റുവേഷനിൽ ZenX പെട്ടെന്ന് ഡൗൺ ആയതിനു ശേഷം ZenXന്റെ POV ഒക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മനസ്സിലാവും. അതിൽ SRR പിടിച്ച വള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊപ്പം RP ചെയ്തതിൻ്റെ പേരിൽ ഈ TVയിലുള്ള മെമ്പേഴ്സിൻ്റെ കൂടെ തന്നെ MRG ഉള്ള മെമ്പേഴ്സ് RP ചെയ്യുന്നുണ്ട്. ഈ പറയണ എന്താടാ ഷിബു ചെയ്യുന്നുണ്ട്, ചാപ്സ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നുണ്ട്, ഉസ്മാൻ ചെയ്യാറുണ്ട്, ഇസ്മായിൽ ചെയ്യാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇതേപോലെ ഒരു ഫ്രണ്ട്ലി ആയാണ്ട് SRR ഉള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ നോ റോങ് ഇൻറ്റൻഷൻസ്. പക്ഷേ ഇത് SRRയും MRGയും TVനെ തല്ലി എന്നുള്ള സിറ്റുവേഷൻ ആയി, മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അങ്ങോട്ട് നോക്കി. ഇനി ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുമിച്ച് തല്ല് കിട്ടിയതിന്റെ ആയിരിക്കും ചിലപ്പോ. KVയും TVന്റെയും ഒരുമിച്ച് തല്ല് കിട്ടിയതിൻ്റെ പേരിലാണ് SRRനെ കൂട്ടുപിടിച്ചതെന്നാണ് ഇതിൽ ഏകൾ പറയണത്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KVനെയും TVനെയും ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകണമെന്ന് കരുതിയിട്ട് നമ്മളെ സൈഡിൽ നിന്ന് വെറുതെ ആവശ്യമില്ലാതെ ഒന്നിനും പോകണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ മോട്ടീവ് ചെയ്ത് കണ്ട് കൊണ്ടുപോകുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ ഇത് തല്ലു വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മളെ തലയിൽ തന്നെ വരും, മനസ്സിലായോ? ഇത് എങ്ങനെയൊക്കെയോ. പക്ഷേ ഞാൻ പറയാം, ഈ SRRന്റെ സിറ്റുവേഷൻ പോലും നമ്മളെ തലയിൽ വന്ന് വീഴുകയാണ്. അപ്പം അതിന് ഇതേമാതിരി ലൈവിൽ ഇരുന്ന് കണ്ട് ഇപ്പം ഈഗിള് മെയിനായിട്ട് ഈഗിളിൻ്റെ ലൈവിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. പാസ്റ്റ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, കോലീഡേഴ്സ് ആയിട്ടുള്ള മാക്കിനെയും ഷെയ്ക്കിനും ഒക്കെ അറിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാണ്ട് ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു മെമ്പേഴ്സിനോട് ഹെയ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിനെ മെൻഷൻ ചെയ്താണ്ട് അവരോട് ഹെയ്റ്റ് വെക്കുമായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ MRGനെ എടുത്ത് പറയുന്ന 2-3 സിറ്റുവേഷൻസ് കാണുമ്പം ഓപ്പണായിട്ട് പറയാലോ, ചാറ്റ് ഓപ്പണായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാണ്. കറൻ്റ്ലി MRG ഇപ്പം നിയാദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടും ഓൻ്റെതായ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും പിന്നെ എല്ലാം കൊണ്ട് ഇപ്പം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊന്നും വരാത്തതുകൊണ്ട് ഇതിൽ ഒന്നിനും നിയാദിനൊക്കെ ഇടയ്ക്ക് വിളിച്ചാൽ പോലും കിട്ടില്ല. ഓൻ്റെ കുറച്ച് അത് വേറെ എക്സ്പ്ലനേഷൻ തരും. പക്ഷേ ഇപ്പം കറൻ്റ്ലി ഗ്യാങ് ഞാനും മാക്കും നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോകണത്, മനസ്സിലായോ? അപ്പം MRGനെ പറയുമ്പം ഒബ്വിയസ്ലി എനിക്കും മാക്കിനും നല്ലോണം കൊള്ളും. കാരണം ഞങ്ങളെ 100% ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ MRG ഗ്യാങ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുപോകണത് മുന്നോട്ട്. അപ്പം ഞങ്ങൾ ഇതുവരെ നമ്മളൊരാൾ ലൈവ് ത്രൂ ഇരുന്നിട്ട് TVനെ ഇതേപോലെ ഇരുന്ന് കണ്ട് ഒരു കളിയാക്കൽ പോലും കളിയാക്കിയിട്ടില്ല. അങ്ങനെ കളിയാക്കുമ്പം ഒബ്വിയസ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് TVക്ക് ഹെയ്റ്റ് കൊടുക്കാനോ TVനോട് ദേഷ്യം വെക്കാനോ ഒന്നും വേണ്ടി പറയണല്ല. എനിക്കറിയാം ഇതിൽ ഇത്ര ഓഡിയൻസ് ഒന്നും എന്തായാലും നമ്മൾ ലൈവ് കാണാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല. TV ഓഡിയൻസ് ഇതിലുണ്ടാവും, എനിക്കറിയാം. ഞാനത് ഈഗിളിന് ഹെയ്റ്റ് കൊടുക്കാനോ SRR ആണ് പറയുന്നത് ബ്രോന്നോ അല്ല, SRR അല്ല, KVA TV ഞാൻ കാണിച്ചു തരാം. അത് പറയുന്നത് കേട്ടോ. ഇതിപ്പോ മറ്റേ കൊരങ്ങൻ ഫണ്ടുകള് ഇപ്പൊ ഇവരോട് കൂടിയോ? അഥവാ SRR ഇവരെ കൂടെ കൂടിയോ? തോന്നുന്നു അത് KVN TVയുടെ ഒരുമിച്ച് തല്ല് കിട്ടിയതിന്റെ ആയിരിക്കും ചിലപ്പോ ഇനി ആരെങ്കിലും ഒരാളെ പിടിക്കാൻ. പക്ഷെ ഈ തല്ല് KVയും TVന്റെയും കൂടെ ഒരുമിച്ച് തല്ലുകൊണ്ടതുകൊണ്ടായിരിക്കും മിക്കവാറും ഏതെങ്കിലും ഒരു ടീമിനെ പിടിക്കാനെന്നാ പറഞ്ഞത്. കണ്ട ഈ തല്ലുകൊള്ളിയാളെ ഇവന്മാർ പോയി പിടിച്ചാൽ എന്തിനാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ തല്ലുകൊള്ളി നമ്മൾ, അല്ലാന്നുണ്ടെങ്കിൽ KVന്റെന്നും TVന്റെന്നും അടി കൊണ്ടത് നമ്മൾ, മനസ്സിലായോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് തല്ലുകൊള്ളികളെ പോയി പിടിച്ച നമ്മൾ എന്തിന് തല്ലുകൊള്ളി, അതായത് MRG എന്തിന് SRRനെ പോയി കൂട്ടുപിടിച്ചു എന്നായിരിക്കണം ഉദ്ദേശിച്ചത്. മോസ്റ്റ്ലി ഞാൻ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്, സീരിയസ്ലി. അതേപോലെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഒരു മിനിറ്റ്. ഈ ZenX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓന്റെ കാര്യം മാത്രം നോക്കി RPയും കളിച്ച് ഒരു ഹെയ്റ്റും ഇല്ലാത്ത പ്യുവർലി ഒരു TV ഫാൻ ബോയ് കൂടി ആയിട്ടുള്ള ഒരാളാണ്. എല്ലാരും ഒന്ന് മാറ്റി
അതെ അവനൊന്നും ടിവിയോട് ഒരു ഹേറ്റും ഇല്ലാത്ത ഒരാളാണ്. ചാണക പച്ച റേഞ്ചർ എന്തൊരു മെസ്സാ തല്ല് കൊണ്ടിട്ട് തല്ലുള്ളി. കണ്ടോ തല്ല് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ടി വിയിലെ ഒറ്റ മെമ്പേഴ്സിനെ പോലും ഇങ്ങനെ നമ്മൾ പറയുന്നില്ല, മനസ്സിലായോ? നമ്മൾ ഒരാളെ പോലും ഇങ്ങനെ പറയുന്നില്ല. അപ്പം ഈഗിളാണെന്നുണ്ടെങ്കിലും MRGനെ ഇങ്ങനെ മെൻഷൻ ചെയ്യുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല സങ്കടമുണ്ട്. ഇതിന്റെ മെയിൻ തിങ് ഇത് ലൈവിൽ നമ്മൾ പറയാനുള്ള റീസൺ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈഗിളിനെ വിളിച്ചുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും, എന്തായാലും സംസാരിക്കേണ്ട കേസാണ്. കാരണം ഒരിക്കലും ഈഗിൾ ഇന്റൻഷനലി അങ്ങനെ ഇതാക്കുന്നതാവില്ല. പക്ഷെ നമുക്കിത് ലൈവിൽ വന്ന് പറയാനുള്ള റീസൺ എന്തുകൊണ്ടാണ് അറിയോ? കാരണം നമ്മൾ ഓഡിയൻസ് തന്നെ നമ്മളെ ഹേറ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്രൂപ്പ് ത്രൂ ഒക്കെ TVൻ്റെ മൂഡ് താങ്ങി പോവാണ്, KVൻ്റെ മൂഡ് താങ്ങി പോവാണ്. ഞങ്ങൾ രണ്ടാളും ഒരു കുണ്ണാളാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയണത്. നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ വീഡിയോസ്